നമസ്കാരം. ഇൻഫോ ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ രീഷ്മ യതീന്ദ്രദാസ്. ഇന്നത്തെ പ്രധാന വാർത്തകൾ. തടി കയറ്റി വന്ന ലോറി ഉറങ്ങിക്കിടന്നവരിലേക്ക് പാഞ്ഞുകയറി. ഉറങ്ങിക്കിടന്നിരുന്ന 5 പേർക്ക് ദാരുണാന്ത്യം. ചാലക്കുടി മണ്ഡലത്തിലെ ഭൂമികളുടെ പട്ടയം ഡിസംബർ മാസത്തിൽ വിതരണം ചെയ്യുവാൻ സാധിക്കുമെന്ന് മന്ത്രി കെ രാജൻ. ആളൂർ പ്രസാദ വരനാഥ ദേവാലയ തിരുനാളിനോടനുബന്ധിച്ച് ടൗൺ അമ്പ് നടത്തി. ചാലക്കുടി സീക്രട്ട് ഹാർട്ട് കോൺവെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ PTA പ്രസിഡന്റുമാരെ ആദരിക്കുന്ന ചടങ്ങ് കൃതാർത്ഥം 2024 സംഘടിപ്പിച്ചു. നിയന്ത്രണം വിട്ട ടോറസ് ലോറി മറിഞ്ഞ് ഡ്രൈവർക്ക് പരിക്കേറ്റു. കൊരട്ടിയെ മാലിന്യമുക്തമാക്കുമെന്ന പ്രതിജ്ഞയോടെ കുട്ടികളുടെ മാതൃകാ ഹരിതസഭ ചേർന്നു. CPIM മറ്റത്തൂർ ലോക്കൽ സമ്മേളനം വാസുപുരത്ത് സഖാവ് CK ഗോപിനാഥ് നഗറിൽ ആരംഭിച്ചു. വിശദമായ വാർത്തയിലേക്ക്. തടി കയറ്റി വന്ന ലോറി ഉറങ്ങിക്കിടന്നവരിലേക്ക് പാഞ്ഞുകയറി. ഉറങ്ങിക്കിടന്നിരുന്ന 5 പേർക്ക് ദാരുണാന്ത്യം. പാലക്കാട് ഗോവിന്ദപുരം സ്വദേശികളായ നാടോടികളായ 2 കുട്ടികൾ ഉൾപ്പെടെ 5 പേരാണ് മരിച്ചത്. 50 വയസ്സുള്ള കാളിയപ്പൻ, 4 വയസ്സുള്ള ജീവൻ, 1 വയസ്സുള്ള വിശ്വ, 39 വയസ്സുള്ള നാഗമ്മ, 20 വയസ്സുള്ള ബംഗാരി എന്നിവരാണ് സംഭവസ്ഥലത്ത് മരിച്ചത്. ചൊവ്വാഴ്ച പുലർച്ചെ 5 മണിയോടെ നാട്ടികയിലായിരുന്നു സംഭവം. അപകടത്തിൽ 7 പേർക്ക് പരിക്കേറ്റു. തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച ഇവരിൽ 3 പേരുടെ നില ഗുരുതരമാണ്. നാട്ടിക JK തിയേറ്ററിനടുത്താണ് ദാരുണമായ സംഭവമുണ്ടായത്. കണ്ണൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് തടി കയറ്റിപ്പോയ ലോറിയാണ് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന പാതയുടെ ഓരത്ത് ഉറങ്ങിക്കിടന്നവരുടെ ദേഹത്തിലൂടെ പാഞ്ഞു കയറിയത്. ലോറി ഡ്രൈവർ മദ്യപിച്ചിരുന്നതായി പരിശോധനയിൽ വ്യക്തമായി. മനഃപൂർവമായ നരഹത്യയ്ക്ക് വലപ്പാട് പോലീസ് കേസെടുത്തു. ചാലക്കുടി മണ്ഡലത്തിലെ മറ്റു വകുപ്പുകളുടെ അധീനതയിലുള്ള ഭൂമികളുടെ പട്ടയം ഡിസംബർ മാസത്തിൽ വിതരണം ചെയ്യുവാൻ സാധിക്കുമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ അഭിപ്രായപ്പെട്ടു. കുറ്റിച്ചിറ സ്മാർട്ട് വില്ലേജിന്റെ ഉദ്ഘാടനം നടത്തുകയായിരുന്നു മന്ത്രി. MLA സനീഷ് കുമാർ ജോസഫ് നിരന്തരമായി ആവശ്യപ്പെട്ടു വരുന്നതും ഇപ്പോൾ അധ്യക്ഷ പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുമായ പ്രശ്നത്തിനാണ് പരിഹാരം കാണുവാൻ സാധിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ അധീനതയിലുള്ള വനഭൂമി പട്ടയങ്ങളുടെ കാര്യത്തിലും എത്രയും വേഗം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പട്ടയങ്ങൾ വിതരണം ചെയ്യുവാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. വില്ലേജുകളെല്ലാം സ്മാർട്ട് ആകുമ്പോൾ അവിടെ വരുന്ന സാധാരണക്കാരന്റെ കാര്യങ്ങൾ സ്മാർട്ടായി നടത്തിക്കൊടുക്കുവാൻ സാധിച്ചാൽ മാത്രമേ ഓഫീസുകൾ സ്മാർട്ട് ആയതുകൊണ്ട് ഗുണം ഉണ്ടാവുകയുള്ളൂവെന്നും മന്ത്രി പറഞ്ഞു. ചടങ്ങിൽ MLA സനീഷ് കുമാർ ജോസഫ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, നിർമ്മതി കേന്ദ്ര റീജിയണൽ എഞ്ചിനീയർ സതീദേവി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ഠരുമഠത്തിൽ, ജില്ലാ പഞ്ചായത്ത് അംഗം ജെനീഷ് P. ജോസ്, ബ്ലോക്ക് മെമ്പർ അഡ്വക്കേറ്റ് ലിജോ ജോൺ, പഞ്ചായത്ത് അംഗം ആശ രാഗേഷ്, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ടോമി കളമ്പാടൻ, TN ജോഷി, MO ജോൺസൺ, സുഗു പാപ്പാരി, ജോർജ് കാരക്കുന്നേൽ, ഡോക്ടർ MC റെജിൽ തുടങ്ങിയവർ സംസാരിച്ചു. ചാലക്കുടി താലൂക്ക് തഹസിൽദാർ KA ജേക്കബ്, കോടശ്ശേരി വില്ലേജ് ഓഫീസർ, മറ്റ് റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരും പരിപാടിക്ക് നേതൃത്വം നൽകി. ജനങ്ങളുടെ ആവശ്യങ്ങൾ പരിഹരിക്കാൻ കഴിയും വിധം വില്ലേജ് ഓഫീസുകൾ സ്മാർട്ടാകുന്നതിന്റെ അനിവാര്യത കേരളത്തിലെ ഏറ്റവും പ്രവർത്തന ബാധ്യമായിട്ടുള്ള ഡിപ്പാർട്ട്മെന്റായിട്ടുള്ള റവന്യൂ വകുപ്പിന്റെ പൂർവ്വ പടിവാതിലാണ് വില്ലേജ് ഓഫീസ് എന്നുള്ളത്. ജില്ലാ കളക്ടർ റവന്യൂ വകുപ്പിന്റെ ഭാഗമാണ്, ADM റവന്യൂ വകുപ്പിന്റെ ഭാഗമാണ്, സബ് കളക്ടർമാർ RD
ആർഡിഒമാർ, ഡെപ്യൂട്ടി കളക്ടർമാർ, കുട്ടിച്ചിറ വില്ലേജ് ഓഫീസിന്റെ ഉദ്ഘാടനം ഏറ്റവും ആദരണീയനായ റവന്യൂ വകുപ്പ് മന്ത്രിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. നമുക്കെല്ലാവർക്കും അറിയാം, ആളൂർ പ്രസാദ വരനാഥ ദേവാലയ തിരുനാളിനോടനുബന്ധിച്ച് ടൗൺ അമ്പ് നടത്തി. തിങ്കളാഴ്ച ഉച്ചതിരിഞ്ഞ് 2 മണിക്ക് ആളൂർ പ്രസാദ വരനാഥ ദേവാലയത്തിൽ നിന്ന് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ അമ്പ് എഴുന്നള്ളിപ്പ് ടൗൺ ചുറ്റി ഭക്തിപൂർവ്വം ആളൂർ സെന്ററിലെ സെയിന്റ് ആന്റണീസ് കപ്പേളയിലെത്തി. തുടർന്ന് വൈകിട്ട് 6:30 ആനപ്പൂരവും 7 മണിക്ക് മെഗാ ഷോയും നടന്നു. 7:30 കേരളത്തിലെ പ്രമുഖ ടീമുകൾ പങ്കെടുത്ത ബാൻഡ് വാദ്യ സൗഹൃദ മത്സരവും തുടർന്ന് ചികിത്സാ സഹായ വിതരണവും നടത്തി. പരിപാടിയിൽ ആളൂർ CI ബിനീഷ് KM, പള്ളി വികാരി ടിൻഡോ കൊടിയൻ എന്നിവർ പങ്കെടുത്തു. രാത്രി 9:15 ആളൂർ സെന്ററിൽ നിന്ന് ദീപാലങ്കാരത്താൽ ഒരുക്കിയ രഥത്തിൽ അമ്പ് പ്രദർശനം മാളവഴി ജംഗ്ഷൻ ചുറ്റി ആളൂർ പ്രസാദ വരനാഥ ദേവാലയത്തിൽ അവസാനിച്ചു. തുടർന്ന് കുടമാറ്റവും കൂപ്പൺ നറുക്കെടുപ്പും വെടിക്കെട്ടും ഉണ്ടായിരുന്നു. എല്ലാവരോടും ഇൻലൈറ്റ് മീഡിയ, റൈറ്റ് ആൻഡ് സൗണ്ട്, താങ്ക് യു സോ മച്ച്. ഒപ്പം നമ്മുടെ ജോലി റൈറ്റ് ആൻഡ് സൗണ്ട് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊള്ളുന്നു. ചാലക്കുടി സേക്രഡ് ഹാർട്ട് കോൺവെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി മുൻ വർഷങ്ങളിലെ PTA പ്രസിഡന്റുമാരെ ആദരിക്കുന്ന ചടങ്ങ് കൃതാർത്ഥം 2024 എന്ന പേരിൽ സംഘടിപ്പിച്ചു. ആദരിക്കൽ ചടങ്ങ് മുനിസിപ്പൽ കൗൺസിലർ നിത പോൾ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ലിജോ കുറ്റിക്കാടൻ അധ്യക്ഷത വഹിച്ചു. ആൽവർണിയ പ്രൊവിൻഷ്യൽ സിസ്റ്റർ മേഴ്സിലിൻ മുഖ്യാതിഥിയായി. ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ ജോസ്ലിൻ, അധ്യാപക പ്രതിനിധി രമ്യ P. കുര്യൻ, PTA എക്സിക്യൂട്ടീവ് അംഗം തോംസൺ ഡേവിസ് എന്നിവർ പ്രസംഗിച്ചു. Katie Varghese, Jose Naitoden, Matthew Kalaka, E.T. Bashir, C.K. Sunil Kumar, Ranjit Nayan, Aju L. Punen, N.C. Thomas, C.K. Sunil Kumar, കൊരട്ടിയെ മാലിന്യമുക്തമാക്കുമെന്ന പ്രതിജ്ഞയോടെ കുട്ടികളുടെ മാതൃകാ ഹരിതസഭ ചേർന്നു. ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്തിലെ മാതൃകാ ഹരിതസഭയായി തിരഞ്ഞെടുക്കപ്പെട്ട കൊരട്ടിയിലെ കുട്ടികളുടെ ഹരിതസഭയിൽ പഞ്ചായത്ത് പരിധിയിലെ എയ്ഡഡ്, അൺഎയ്ഡഡ് സ്കൂളുകളടക്കം 20 വിദ്യാലയങ്ങളിലെ 170 കുട്ടികൾ പങ്കെടുത്തു. പഞ്ചായത്തിലെ മാലിന്യമുക്ത പ്രവർത്തനങ്ങളിൽ തങ്ങളുടെ കാഴ്ചപ്പാടുകൾ കൂടി അവതരിപ്പിച്ചും സ്കൂളിലും വീടുകളുടെ പരിസരങ്ങളിലും മാലിന്യ നിർമ്മാർജ്ജന പരിപാടികളിൽ ഭാഗഭാക്കാകുമെന്ന പ്രതിജ്ഞ എടുത്തുമാണ് കുട്ടികൾ മടങ്ങിയത്. പഞ്ചായത്ത് തലത്തിലെ മികച്ച ഹരിത വിദ്യാലയങ്ങളുടെ പട്ടിക ഹരിതസഭയിൽ പ്രഖ്യാപിച്ചു. ഹരിത കേരള മിഷന്റെ മാനദണ്ഡങ്ങൾ പാലിക്കുകയും ഇന്നത്തെ ഹരിതസഭയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്ത കൊരട്ടി പഞ്ചായത്ത് LP സ്കൂളിനെ മികച്ച ഹരിത വിദ്യാലയമായി തെരഞ്ഞെടുത്തു. കില, ഹരിത കേരള മിഷൻ,
RGSA എന്നിവയിൽ നിന്നുള്ള വിദഗ്ധരുമായും ഹരിത കർമ്മസേന അംഗങ്ങളോടും കുട്ടികൾക്ക് സംവദിക്കാനുള്ള അവസരവും ഒരുക്കിയിരുന്നു. കൊരട്ടി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന കുട്ടികളുടെ ഹരിതസഭ ശുചിത്വ പദയാത്രയോടെയാണ് ആരംഭിച്ചത്. സ്കൂളുകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ശുചിത്വ അംബാസിഡറായ മുഹമ്മദ് റിസ്വാനും കൊരട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PC ബിജുവും ശുചിത്വ പദയാത്രയ്ക്ക് നേതൃത്വം നൽകി. വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ നൈനു റിച്ചു കുട്ടികളുടെ ഹരിതസഭയിലെ പങ്കാളികൾക്ക് സ്വാഗതം പറഞ്ഞു. കുട്ടികളുടെ ശുചിത്വ അംബാസിഡർ ശുചിത്വ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. പഞ്ചായത്ത് തലത്തിൽ നടക്കുന്ന മാലിന്യമുക്ത ഉദ്യമങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് അവതരിപ്പിച്ചു. LP, UP വിഭാഗങ്ങളിലെ കുട്ടികൾ തങ്ങളുടെ സ്കൂളിലെ മാലിന്യ പ്രശ്നങ്ങൾ, ഹൈസ്കൂൾ വിഭാഗം കുട്ടികൾ വീടുകളിലെ മാലിന്യ പ്രശ്നങ്ങൾ, ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾ പൊതുവിടങ്ങളിലെ മാലിന്യ പ്രശ്നങ്ങൾ എന്നീ വിഷയങ്ങളിൽ പ്രൊജക്ട് റിപ്പോർട്ടുകൾ അവതരിപ്പിച്ചു. കുട്ടികൾ അവതരിപ്പിച്ച റിപ്പോർട്ടുകളെ കുട്ടികളുടെ പാനൽ അംഗങ്ങളായ അൽന തോമസ്, അനു ഷിബു എന്നീ വിദ്യാർത്ഥികൾ നോഡൽ ഓഫീസർ ആശ ജോയിയുടെ നേതൃത്വത്തിൽ അവലോകനം ചെയ്തു. മാലിന്യമുക്ത നവകേരളവുമായി ബന്ധപ്പെട്ട ഉണർത്ത് പാട്ട് കൊരട്ടി MA MHS വിദ്യാർത്ഥികളായ അശ്വതി, ദേവിക എന്നിവർ ചേർന്ന് അവതരിപ്പിച്ചു. LF കോൺവെന്റ് LP സ്കൂളിൽ നിന്നുള്ള ക്ലയർ റോസ് ലിയോ വിഷയത്തിൽ പ്രസംഗിച്ചു. സെയിന്റ് ആന്റണീസ് പബ്ലിക് സ്കൂളിലെ അങ്കിത് ജോഷോ മലയാളത്തിൽ കവിത ചൊല്ലി. മാലിന്യമുക്ത പദ്ധതികളുമായി ബന്ധപ്പെട്ട് കുട്ടികളുടെ എക്സിബിഷനും പുനരുപയോഗം സാധ്യമാകുന്ന വസ്തുക്കളെക്കുറിച്ചുള്ള കുട്ടികളുടെ കരകൗശല ചിത്ര പ്രദർശനവും നടന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈനി ഷാജി, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് KR സുമേഷ്, പഞ്ചായത്ത് അംഗങ്ങളായ PS സുമേഷ്, ജൈനി ജോഷി, PG സത്യപാലൻ, ലിജോ ജോസ്, വർഗീസ് തച്ചുപറമ്പിൽ, റെയ്മോൾ ജോസ്, ഷിമ സുദീൻ, GC പോൾ, വർഗീസ് പയ്യപ്പിള്ളി, പഞ്ചായത്ത് സെക്രട്ടറി ശ്രീലത എന്നിവർ പങ്കെടുത്തു. പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ഫ്രാൻസിസ് MJ നന്ദി പറഞ്ഞു. നിയന്ത്രണം വിട്ട ടോറസ് ലോറി മറിഞ്ഞ് ഡ്രൈവർക്ക് പരിക്കേറ്റു. ഡ്രൈവർ മലപ്പുറം കുളത്തൂർ സ്വദേശി ആഷിക്കിനാണ് പരിക്കേറ്റത്. ചൊവ്വാഴ്ച പുലർച്ചെ വാടനപ്പള്ളിയിലാണ് അപകടം. ഹൈവേ നിർമ്മാണത്തിനായി മണൽ കൊണ്ടുപോയിരുന്ന ടോറസ് ലോറിയാണ് നിയന്ത്രണം വിട്ട് പറമ്പിലേക്ക് മറിഞ്ഞത്. അപകടത്തിൽ വാഹനത്തിന്റെ ക്യാബിനുള്ളിൽ കുടുങ്ങിയ ഡ്രൈവറെ ഫയർഫോഴ്സ് എത്തിയാണ് പുറത്തെടുത്തത്. വാടനപ്പള്ളി ആക്ട്സ് ആംബുലൻസ് പ്രവർത്തകർ ഡ്രൈവറെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. CPIM മറ്റത്തൂർ ലോക്കൽ സമ്മേളനം വാസുപുരത്ത് സഖാവ് CK ഗോപിനാഥ് നഗറിൽ ആരംഭിച്ചു. ജില്ലാ സെക്രട്ടറി MM വർഗീസ് ഉദ്ഘാടനം ചെയ്തു. MR രഞ്ജിത്ത്, CC ബിജു, വൃന്ദ ഭാസ്കരൻ എന്നിവരടങ്ങിയ പ്രസിഡിയം സമ്മേളന നടപടികൾ നിയന്ത്രിക്കുന്നു. ലോകത്ത് ഉയർന്നു വന്നിട്ടുള്ള സാമ്പത്തിക രംഗത്തെ രൂക്ഷമായിട്ടുള്ള അസമത്വത്തിൻ്റെതായ പ്രശ്നം. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില 120 രൂപ കുറഞ്ഞു. ഗ്രാമിന് 7080 രൂപ, പവന് 56,640 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തടി കയറ്റി വന്ന ലോറി ഉറങ്ങിക്കിടന്നവരിലേക്ക് പാഞ്ഞുകയറി. ഉറങ്ങിക്കിടന്നിരുന്ന 5 പേർക്ക് ദാരുണാന്ത്യം. ചാലക്കുടി മണ്ഡലത്തിലെ ഭൂമികളുടെ പട്ടയം ഡിസംബർ മാസത്തിൽ വിതരണം ചെയ്യുവാൻ സാധിക്കുമെന്ന് മന്ത്രി K. രാജൻ. ആളൂർ പ്രസാദ വരനാഥ ദേവാലയ തിരുനാളിനോടനുബന്ധിച്ച് ടൗൺ അമ്പ് നടത്തി. ചാലക്കുടി സേക്രഡ് ഹാർട്ട് കോൺവെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ PTA പ്രസിഡന്റുമാരെ ആദരിക്കുന്ന ചടങ്ങ് കൃതാർത്ഥം 2024 സംഘടിപ്പിച്ചു. നിയന്ത്രണം വിട്ട ടോറസ് ലോറി മറിഞ്ഞ് ഡ്രൈവർക്ക് പരിക്കേറ്റു.
കൊരട്ടിയെ മാലിന്യമുക്തമാക്കുമെന്ന പ്രതിജ്ഞയോടെ കുട്ടികളുടെ മാതൃകാ ഹരിതസഭ ചേർന്നു. CPIM മറ്റത്തൂർ ലോക്കൽ സമ്മേളനം വാസുപുരത്ത് സഖാവ് CK ഗോപിനാഥ് നഗറിൽ ആരംഭിച്ചു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോർ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.